ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ കോഴിക്കോട് ബീച്ചിലാണുള്ളത്. അപ്പോൾ ഇവിടുത്തെ കുറച്ച് വ്യൂ ഒക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ച് വന്നതാട്ടോ. ഇവിടെ ഒരുപാട് ആൾക്കാർ നിന്നിട്ട് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. ഞങ്ങളും എടുത്ത്. നിങ്ങൾ കാണുന്നില്ലേ ഇവിടെ ഒരുപാട് തട്ട് കടകൾ. ഈ കടകൾക്കൊക്കെ ഓരോ നമ്പറാട്ടോ. ഞാനിവിടെ വരുന്നത് തന്നെ ഇതാ ഇങ്ങനെയുള്ളതൊക്കെ വാങ്ങി കഴിക്കാൻ വേണ്ടിയിട്ടാണ്. ബീച്ചിലേക്ക് വന്നാൽ ഇവിടെ നിന്നൊക്കെ വിശപ്പൊക്കെ ഉണ്ട് വരാൻ. അങ്ങനെ ഞങ്ങൾ ഐശ്വര്യ വാങ്ങി. അതിന് ശേഷം ഈ പൊരിക്കടികളുള്ള കടയിലേക്ക് വന്നു. അവിടെ കോളിഫ്ലവർ, കാടമുട്ട, നല്ല ചൂടോടാട്ടോ. കോളിഫ്ലവറൊക്കെ നമുക്ക് തരിക അവർ. ഞങ്ങളിതൊക്കെ വാങ്ങി കഴിച്ചു. അതിന് ശേഷം ഒരു ഗ്രീൻ പീസും കൂടി വാങ്ങി. അങ്ങനെ ഞങ്ങൾ കുറച്ച് ഇവിടേക്ക് ഇങ്ങനെ കറങ്ങി നടന്ന്. ഇവിടെ ഒരുപാട് ആൾക്കാർ പട്ടങ്ങളൊക്കെ പറപ്പിച്ചുകൊണ്ടിരിക്കുന്നു കേട്ടോ. നല്ല ഭംഗിയാണ് ഇവിടുന്ന് കടലും ആകാശമൊക്കെ കാണുമ്പോൾ. അതിനുശേഷം ഞങ്ങൾ ഒരു ഐസ്ക്രീം കഴിക്കാമെന്ന് വിചാരിച്ചു. ഇവരൊക്കെ കോൺ ഐസ്ക്രീമാട്ടോ വാങ്ങിച്ചേ. ഞാൻ ഇളനീറിൻ്റെ ഫ്ലേവറുള്ള ഒരു ഐസ്ക്രീം വാങ്ങിച്ചു. അങ്ങനെ ഇവർക്കൊന്നും പാനിപൂരി വേണ്ടാന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് പാനിപൂരി കണ്ടാലേ കഴിച്ചേ പറ്റൂ. എന്നിട്ട് ഇവരൊക്കെ കഴിച്ചു കേട്ടോ അതിൽ നിന്ന് എടുത്തിട്ട്. എനിക്ക് അങ്ങനെ ഇഷ്ടപ്പെട്ടില്ലത്. അടുത്തത് കരിമ്പ് ജ്യൂസാട്ടോ. നിങ്ങൾ കണ്ടോ ഒരുപാട് ആൾക്കാർ ഇവിടെ പട്ടം പറപ്പിക്കുന്നത്. ഇത് ഞാൻ ആദ്യമായിട്ടോ കഴിക്കുന്നത്. പക്ഷെ എനിക്കിഷ്ടമായില്ല. കാരണം ഭയങ്കര മധുരം, വിലയും കൂടുതലാണ്. 80 രൂപ. 80 രൂപക്കൊന്നും ഇതില്ല കേട്ടോ. ഇത് കാണാൻ നല്ല രസമുണ്ട്. ഇവരിങ്ങനെ കണ്ടോ ചോക്ലേറ്റ് ഉരുക്കുന്നത്. അതിന് ശേഷം കുട്ടികൾക്ക് വാങ്ങിക്കാൻ വിചാരിച്ചിട്ട് ഇതിൻ്റെ അടുത്തേക്ക് പോയി നോക്കുമ്പോൾ അവർ 180 രൂപ ഇതിൻ്റെ വില പറഞ്ഞ്. പിന്നെ വാങ്ങിച്ചില്ല. അങ്ങനെ മോന് കയ്യിലിടാൻ ഈ റബ്ബറിൻ്റെ ഒരു കൈ കെട്ടുന്നിട്ടുണ്ട്, അത് വേണമെന്ന് പറഞ്ഞു. ഞാനത് വാങ്ങിക്കാൻ ഈ കടകളിൽ വന്നതാണ്. അങ്ങനെ അത് വാങ്ങിച്ചു. അത് വിട്ടു കേട്ടോ വീഡിയോ എടുക്കാൻ. അങ്ങനെ കോഴിക്കോടിൻ്റെ രാത്രിയാട്ടോ അത്. നൈറ്റിലെ വ്യൂ ആണ് നിങ്ങൾക്ക് കാണിക്കുന്നത്. അടിപൊളിയാണ് നൈറ്റിൽ. കണ്ടോ ഇവിടുത്തെ ലൈറ്റുകളൊക്കെ. ഇവിടെയുള്ള ബിൽഡിങ്ങും അവിടെയുള്ള ലൈറ്റും മൊത്തം സൂപ്പറാണ് ഇത് കാണുമ്പം തന്നെ.
നമ്മൾ എവിടെയും പോകേണ്ട ആവശ്യമില്ല, നമ്മുടെ നാടായ കോഴിക്കോട് തന്നെ ഉണ്ട് ഇത്രയും ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെ. ഈ സമയത്താണ് കൂടുതൽ ആൾക്കാർ വരുന്നത് കേട്ടോ. നമ്മൾ പിന്നെ വണ്ടിക്കൊന്നല്ലേനും വന്നേ, ബസ്സിന് വന്നതാണ്. അതുകൊണ്ട് ഈ സമയമാകുമ്പോഴേക്ക് തിരിച്ചു പോകണമല്ലോ, എന്നാലല്ലേ ബസ് കിട്ടും. കണ്ടോ നിങ്ങൾ വ്യൂ എന്താ അല്ലേ? വീട്ടിലേക്ക് പോകാൻ തോന്നുന്നില്ല കേട്ടോ. പക്ഷെ ഞങ്ങൾക്ക് ബസ് കിട്ടാണ്ട പോവും നേരം വൈകിയാൽ. അങ്ങനെ ഇവിടെ ഒരുപാട് അടിച്ച് പൊളിച്ച് ഞങ്ങൾ അങ്ങനെ കോഴിക്കോട് ബീച്ചിനോട് ടാറ്റ പറഞ്ഞ് പോവാട്ടോ ഞങ്ങൾ. പിന്നെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട് ഇവിടെ. അങ്ങനെ ഞങ്ങൾ സ്റ്റാൻഡിലെത്തി. ആദ്യമായിട്ടാണ് ഇങ്ങനൊരു വീഡിയോ എടുത്തിട്ട് അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ എനിക്ക് ചെറിയൊരു കഫക്കെട്ടുണ്ട്, അതാ സൗണ്ടിനൊക്കെ ഇങ്ങനെ. അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരുടെ സപ്പോർട്ട് ഉണ്ടാവണം എനിക്ക്. ഓക്കെ, അസ്സലാമു അലൈക്കും.